വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ വസന്ത ടെക്സ്റ്റ് ബുക്കിലെ 15ാമത്തെ ലെസൻ്റെ 3ാമത്തെ പാർട്ടാണ് നോക്കുന്നത്. ഈ പാഠത്തിൻ്റെ പേര് നീൽഖണ്ഡ് എന്നാണ്. നമ്മളിതിനു മുമ്പ് 2 പാർട്ട് കണ്ടിട്ടുണ്ട്. ഒരു ആൺമയിലിൻ്റെയും പെൺമയിലിൻ്റെയും കഥയാണ്. ലേഖിക എടുത്ത് വളർത്തുന്ന ആൺമയിലിൻ്റെയും പെൺമയിലിൻ്റെയും കഥ. खरगोश के छोटे बच्चों को वह चोंच से उनके कान पकड़कर ऊपर उठा लेता था. അപ്പോൾ ഈ ആൺമയിൽ ഈ മുയലിൻ്റെ ചെറിയ കുട്ടികളെ അതിൻ്റെ ചെവിയിൽ പിടിച്ച് അതിൻ്റെ കൊക്ക് കൊണ്ട് ഉയർത്തിപ്പിടിക്കും എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ. और जब तक वे आर्तक्रंदन न करने लगते उन्हें उधर से लटकाए रखता. അതായത് അങ്ങനെ തൂക്കി പിടിച്ച് കുറേ നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. कभी कभी उसकी पहनी चोंच से खरगोश के बच्चों का कर्णवेद संस्कार हो जाता. ഒരുപാട് അങ്ങനെ തൂക്കി പിടിച്ച് കഴിയുമ്പോൾ ഈ മുയലിൻ്റെ കുട്ടികൾക്ക് അതിൻ്റെ ചെവി ഒരുപാട് വേദനിക്കും. पर वे फिर कभी उसे क्रोधित होने का अवसर नहीं देता. അതായത് ഈ ആൺമയിലിന് ദേഷ്യം വരുന്ന ഒന്നും പിന്നീട് ആ കുഞ്ഞുമുയലുകൾ ചെയ്യില്ലായിരുന്നു. ദണ്ഡവിധാൻ കെ സമാൻ ഹി, ഈ ശിക്ഷകളെ പോലെ തന്നെ ഉൻ ജീവ ജന്തുവോ കെ പ്രതി ഉസ്കാ പ്രേം ഭി അസാധാരണ ഥാ. അങ്ങനെ അസാധാരണമായി ഈ ജീവജന്തുക്കളെ, അതിൻ്റെ കൂട്ടത്തിലുള്ള ജീവജന്തുക്കളെയൊക്കെ സ്നേഹിക്കുകയും ചെയ്യുമായിരുന്നു ഈ നമ്മുടെ ആൺമയിൽ. वो मिट्टी में पंख फैलाकर बैठ जाता और सब उसकी लंबी पूँछ और सघन पंखों में ചുവോൽ सा खेलते रहते. അപ്പോൾ ഇങ്ങനെ കിടക്കും. അതിൻ്റെ ചിറകും മണ്ണിൽ കിടക്കും. അപ്പോൾ ചിറകിൻ്റെ അടിയിലും വാലിനടിയിലൊക്കെ അവിടെയുള്ള ജീവജന്തുക്കളൊക്കെ കളിക്കും എന്നൊക്കെ പറയുന്നത്. ऐसी ही किसी स्थिति में एक सांप जाली के भीतर पहुंच गया. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു പാമ്പ് ഈ വലയ്ക്കുള്ളിൽ ഇവർ കൂടിനകത്തോട്ട് വന്നു. സബ് ജീവ് ജന്തു ഭാഗക്കർ ഇതർ ഉദർ ചിപുകെ, എല്ലാ ജീവജന്തുക്കളും അവിടെ ഇവിടെയൊക്കെ പോയി ഒളിച്ചു. കേവല एक शिशु खरगोश सांप के पकड़ में आया. അപ്പോൾ ഒരു ചെറിയ മുയൽക്കുട്ടിയെ പാമ്പ് പിടിച്ചു. निकलने के प्रयास में सांप ने उसका आधा पिछला शरीर तो मुँह में दबा रखा था. അപ്പോൾ അതിനെ വിഴുങ്ങാനായിട്ട് അതിൻ്റെ പകുതി ശരീരം പാമ്പിൻ്റെ വായിൻ്റെ ഉള്ളിലായി. ആധാ ബാഹർ ഥ, അതിൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട് ഭാഗം പുറത്തായിരുന്നു. ഉസി ചീ ചീ കാ സ്വർ ഭി ഇതന തീവ്ര നഹി നിക്കൽ സക്താ ഥ. ആ മുയൽക്കുട്ടി കരയുന്നുണ്ടായിരുന്നു ചീച്ചി എന്ന് പറഞ്ഞു. പക്ഷേ അതിന് അത്ര സൗണ്ട് വരുന്നുണ്ടായിരുന്നില്ല. കിസിക്കോ സ്പഷ്ട സുനായി നഹി ദേ രാ ഥ, അതിൻ്റെ കരച്ചിലൊന്നും ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. നീൽഖണ്ഡ് ദൂർ ഊപ്പർ ഝൂലേമേ സോ രാ ഥ. ആ നീൽഖണ്ഡ് ഈ ആൺമയിൽ മുകളിലിരുന്ന് ഉറങ്ങുമായിരുന്നു. ഉസിക്ക് ചൊക്കന്നെ കാനോ, ചൊക്കന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലേർട്ടായ ചെവികൾ അത് കേട്ടു. സ്വർക്കി വ്യഥ പഹചാനി, ആ വിഷമം മനസ്സിലായി. വോ പൂച്ച് പങ്ക് സമേട്കർ, എല്ലാം അവൻ്റെ ചിറകും വാലും ഒക്കെ എടുത്ത് എന്ത് ചെയ്തു, സർസെ ഏക് ചപ്പട്ടെ മേ नीचे आ गया. ഒറ്റ ചാട്ടത്തിന് താഴെത്തി. संभवतः अपनी सहज चेतना से ही उसने समझ लिया होगा कि सांप के फन पर चोंच मारने से खरगोश भी घायल हो सकता है. അപ്പോൾ അവൻ മനസ്സിലായി, അവൻ്റെ മൂർച്ചയുള്ള കൊക്കുകൊണ്ട് പാമ്പിൻ്റെ തലയിൽ കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മുയൽക്കുട്ടിക്കും ചിലപ്പോൾ മുറിവേൽക്കാൻ ചാൻസ് ഉണ്ട്, ഇഞ്ചുറി ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഉസ്നെ സാംപ് കെ ഫൻ കെ പാസ് പഞ്ചോ സെ ദബായ. അപ്പോൾ അവൻ്റെ കൈകൾ കൊണ്ട് ആ പാമ്പിൻ്റെ തലയിൽ അമർത്തി. और चोंच से इतना प्रहार किए कि वह अधमरा हो गया. അധമര എന്ന് പറഞ്ഞാൽ അധ എന്ന് പറഞ്ഞാൽ ഹാഫ്, മര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക. അപ്പോൾ എന്നിട്ട് ആ കൊക്ക് കൊണ്ട് അതിനെ കൊത്തി അതിനെ പകുതി ജീവനാക്കി. पकड़ ढीली पड़ते ही खरगोश का बच्चा मुँह से निकल तो आया. അപ്പോൾ പാമ്പ് മെല്ലെ പിടിവിട്ടപ്പോൾ ആ മുയൽക്കുട്ടി പുറത്തു വന്നു. പക്ഷേ പരന്തു നിശ്ചേഷ്ട
വഹി പടാരാ, അതായത് ജീവനില്ലാത്ത പോലെ അവിടെ തന്നെ കിടന്നു. രാധാനെ സഹായത്ത ദേനേക്ക് ആവശ്യകത നെഹി സംചി, രാധയ്ക്ക് അവനെ സഹായിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. परंतु अपनी मंद केका से किसी असामान्य घटना की सूचना सब और प्रसारित कर दी. എല്ലാവരെയും കൊക്കി വിളിച്ചറിയിച്ചു. മാലി പहुंचा, गार्डनर അവിടെ എത്തി. फिर हम सब पहुंचे, ഞങ്ങളെല്ലാവരും അവിടെ എത്തി. नीलकंठ जब सांप को 2 खंड कर चुका, അപ്പോൾ നീൽകണ്ഠൻ എന്താ ചെയ്തിരിക്കുന്നത്, ആ പാമ്പിൻ്റെ 2 കഷ്ണാക്കി. തബ് ഉസ് ശിശു ഖർഗോശ് കെ പാസ് ഗയ, എന്നിട്ട് ആ ചെറിയ ആ കുഞ്ഞ് മൊയിലിൻ്റെ അടുത്ത് ചെന്നു. രാത് ഭർ ഉസേ പങ്കോ കെ നീച്ചെ രഖ് ഉഷ്ണത തേത്താരാ, അത് അവൻ്റെ സ്വന്തം ചിറകിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിന് ചൂട് കൊടുത്തു ഫുൾ നൈറ്റ്. कार्तिकेय ने अपने युद्धवाहन के लिए मयूर को क्यों चुना होगा, यह इस पक्षी का रूप और स्वभाव देखकर समझ में आ जाता है. कार्तिकेयൻ, ശിവൻ്റെ മകനായ കാർത്തികേയൻ യുദ്ധവാഹനമായിട്ട് മയിലിനെ എന്തുകൊണ്ടായിരിക്കാം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക, അത് നമുക്ക് ഈ ആൺമയിലിൻ്റെ രൂപം കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മയൂർ കലാപ്രിയ വീർ പക്ഷി ഹെ, വീരനായ കലാപ്രിയ പക്ഷിയാണ് മയിൽ. ഹിംസകൻ അല്ലെങ്കിൽ ആക്രമിക്കുന്ന പക്ഷി മാത്രമല്ല, വീരനായ പക്ഷി കൂടിയാണ്. അതുകൊണ്ടായിരിക്കും ഈ കാർത്തികേയൻ യുദ്ധവാഹനമാക്കിയത്. इसी से उसे बाज, चील आदि की श्रेणी में नहीं रखा जा सकता, जिसका जीवन ही क्रूर कर्म है. ക്രൂരകർമ്മം ചെയ്യുന്ന പരുന്തോ കഴുകനെയോ ഒക്കെ ആയിട്ട് ഈ മയിലിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. नीलकंठ में उसकी जातिगत विशेषताएं तो थी ही. അപ്പോൾ അതിൻ്റെ ജാതിയിലുള്ള അതിൻ്റെ മയിലിൻ്റെ വംശത്തിലുള്ള സവിശേഷതകളെല്ലാം ഈ നീൽകണ്ഠിലുമുണ്ട്. इनका मानवीकरण भी हो गया था. മേഘോ की सावली छाया में अपनी इंद्रधनुष के, മേഘം വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, अपनी इंद्रधनुष के गुच्छे जैसे पंखों को, പങ്കെന്ന് പറഞ്ഞാൽ ചിറകുകൾ വിടർത്തി, മണ്ഡലാകാർ ബനാക്കർ, ചുറ്റും വിടർത്തി കണ്ട്, ജബ് വഹ് നാച്താ ഥാ, എന്നിട്ട് നൃത്തം ചെയ്യും. തബ് ഉസ് നൃത്ത മേ ഏക് സഹജാത് ലയ് താൽ രഹത്താ ഥാ, ലയവും താളമൊക്കെ ആ നൃത്തത്തിലുണ്ടാവും. ആകെ പീച്ചെ, മുമ്പിലോട്ടും ഫ്രണ്ടിലോട്ടും മാറി, ദാഹിനെ ബായെ, ആ വലത്തോട്ടും ഇടത്തോട്ടും മാറി, ക്രമ മേ ഘൂം കർ, എന്നിട്ട് ചുറ്റി നൃത്തം ചെയ്യും. രാധ നീൽകണ്ഠ് കെ സമാൻ നഹി നാച്ച് സക്തി थी. രാധയ്ക്ക് ഈ പെൺമയിലിന് നീൽകണ്ഠിൻ്റെ ഈ ആൺമയിലിൻ്റെ ഒപ്പം അത്രത്തോളം ഡാൻസ് ചെയ്യാൻ ചെയ്യില്ല. परंतु उसकी गति में भी एक छंद रहता था. അതിൻ്റെ നീക്കത്തിലും അതിൻ്റെ നടത്തത്തിലൊക്കെ വളരെ രസമാണ്, അതെല്ലാം വളരെ രസമാണ്. വഹ് നൃത്യമഗ്ന നീൽകണ്ഠ് കി ദാഹിനി ഓർ കെ പങ്ക് കോ ഛൂത്തി ഹുയി. ഈ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന നീൽകണ്ഠിൻ്റെ വലത്ത് സൈഡിലെ ചിറക് തൊട്ടുകൊണ്ട് ഇടത്ത് സൈഡിൽ പോകുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ട് വരും. അങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ നടക്കും അല്ലെങ്കിൽ മൂവ് ചെയ്യും. നിക്കലാത്തി ഓർ ബായ് പങ്ക് സ്പർശ് കർ ദാഹിനി ഓർ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇസ് പ്രകാർ ഉസി പരിക്രമ, അല്ലെങ്കിൽ അതിനെ ചുറ്റിക്കൊണ്ട് परिक्रमा में भी एक पूरक ताल परिचय मिल जाता. नीलकंठ ने कैसे समझ लिया कि उसका नृत्य मुझे बहुत भाता है. അവൻ്റെ നൃത്തം എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് അവൻ എങ്ങനെയോ അറിഞ്ഞു. ലേഖിക പറയുകയാണ്, യേ തോ നഹി ബതായ ജാ സക്താ, പരന്തു, അത് പറയാൻ പറ്റില്ല എങ്ങനെയാന്ന്. പരന്തു പക്ഷേ അച്ചാനക് ഏക് ദിൻ, എന്തു പറ്റി, ഒരു ദിവസം പെട്ടെന്ന് വ മേരെ ജാലി ഘർ കെ പാസ് പहुँचते ही, ഞാൻ അവരുടെ കൂടിനടുത്ത് എത്തിയപ്പോൾ തന്നെ അപ്പനെ ഝൂലേസെ, മുകളിലിരുന്ന കൊമ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇരുന്ന ഝൂലയിൽ നിന്ന് എന്ത് ചെയ്തു, ഉത്തർക്കർ നീച്ചെ ആകെ, എന്നിട്ട് താഴെ വന്നു. ഓർ പങ്കോ കി
सतरंगी मंडलाकर छाता तान कर നൃത്യ की ഭംഗിമ में खड़ा हो गया. എന്നിട്ട് അവ ഇങ്ങനെ ചിറകും അതിൻ്റെ ഇതെല്ലാം തൂവലെല്ലാം വിരിച്ച് നൃത്തത്തിൻ്റെ പോസിൽ വന്ന് നിന്നു, എൻ്റെ മുമ്പിൽ നിന്നു. തബ്സെ ഈ നൃത്യ ഭംഗിമ, ഈ നൃത്തത്തിൻ്റെ പോസ് നൃത്യക്ക ക്രമം ബൻകിയ, നൃത്തത്തിൻ്റെ ക്രമമായി. അങ്ങനെ എപ്പോഴും ചെയ്യാൻ തുടങ്ങി. പ്രായ മേരെ സാത്ത് കോയിന കോയി ദേശി വിദേശി അതിഥി ബി പഹുൻ ജാത്താ ഥാ. ചിലപ്പോഴൊക്കെ അവിടെ നിന്നുള്ളതോ വിദേശത്തു നിന്നുള്ളതോ ആയ അതിഥികൾ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. और नीलकंठ की मुद्रा को अपने प्रति सम्मानपूर्वक समझकर വിസ്മയാഭിഭൂത് ഹോ ഉഠ്താ ഥാ. വിസ്മയം കൊണ്ട് അവർ വിചാരിക്കും ഈ നീൽകണ്ഠ് ഇങ്ങനെ നൃത്തത്തിൻ്റെ പോസ് ചെയ്യുന്നത് അവരോടുള്ള സമ്മാനം അല്ല, അവരോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് എന്ന് ആ അതിഥികൾ കരുതുമായിരുന്നു. കൈ വിദേശി മഹിളാവോനെ ഉസേ പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ. അപ്പോൾ പല വിദേശി മഹിളകളും ഈ നീൽകണ്ഠിനെ പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ എന്ന് വരെ വിളിച്ചു. ജിസ് നുക്കീലി पैनी छोच से वह भयंकर विषधर को खंड खंड कर सकता था. ആ വിഷമുള്ള പാമ്പിനെ കഷ്ണമാക്കാൻ പറ്റിയ അതിൻ്റെ അത്ര മൂർച്ചയുള്ള കൊക്കുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഉസീസെ മേരി ഹഥേലി पर रखे हुए भुने चने ऐसी कोमलता से हेले उठाकर खाता था कि हंसी भी आती थी और विस्मय भी होता था. അത്ര മൂർച്ചയുള്ള കൊക്കുകൊണ്ട് പാമ്പിനെ കഷ്ണമാക്കാൻ പറ്റിയ ആ കൊക്കുകൊണ്ട് ഇത്ര കോമളമായിട്ട് വളരെ സോഫ്റ്റായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന കടല അല്ലെങ്കിൽ വറുത്ത കടല അവൻ ഇങ്ങനെ കൊത്തി തിന്നുന്നത് കാണുമ്പോൾ ചിരിയും വരും, വിസ്മയവും തോന്നാറുണ്ട്. फलों के वृक्षों के अधिक उसे पुष्पित और पल्लवित वृक्ष भाते थे. അപ്പോൾ പഴങ്ങളുള്ള വൃക്ഷങ്ങളെക്കാട്ടിലും അവന് അധികം ഇഷ്ടം അതായത് പൂക്കളുള്ളതോ പുഷ്പിച്ചതോ അതുപോലെ തന്നെ പുതിയ ഇലകൾ വന്ന തളിരിട്ട മരങ്ങളൊക്കെയാണ്, അതൊക്കെയാണ് അവന് കൂടുതൽ ഇഷ്ടം. വസന്ത് മേ ജബ് ആം കെ വൃക്ഷ സുൻഹലി मंजरियों से लद जाते थे, अशोक नए लाल पल्लवों से ठग जाता था. तब जाली घर में वह इतना अस्थिर हो उठता कि उसे बाहर छोड़ देना पड़ता. അപ്പോൾ വസന്തത്തിൽ ഈ മാവ് പൂക്കും, അതുപോലെ തന്നെ അശോകമരത്തിലെല്ലാം പുതിയ ഇലകൾ വരും. അതും എങ്ങനെയുള്ള ഇല? ചുമന്ന ഇലകൾ. അതെല്ലാം ഒന്ന് മൂടുമ്പോൾ ജാലിഘറിൽ അതിൻ്റെ ആ കൂടിനകത്ത് അവൻ വളരെ അസ്വസ്ഥനാവാറുണ്ട്, അസ്ഥിരനാവാറുണ്ട്. അവനെ എന്നിട്ട് പുറത്തു വിടേണ്ടി വരാറുണ്ട്. അത്രയും അക്ഷമനായ ആ കൂടിനുള്ളിൽ അവനെ കാണാറുണ്ട് എന്നൊക്കെയാണ് ഇവിടെ ലേഖിക പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.